കരയാനും പറയാനും ആരാണോടെ കരയുന്ന? കെട്ടിക്കാൻ തീരുമാനിച്ച് വെഡിങ് കാർഡൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുമ്പോ തന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ കണ്ടു. അപ്പൊ വേഗം എന്നെ കണ്ടുവല്ലോ, എന്റെ കല്യാണമാണ് ഇത്രാം തീയതി, നീ വരണട്ടോ എന്നിട്ട് കാർഡ് അങ്ങോട്ട് കൊടുത്തിക്കണേ. കാർഡ് കൊടുത്തപ്പോ അവളുടെ മറ്റേ വാനിറ്റി ബാഗിൽ ഒരു കാർഡ് എടുത്തിട്ട് ഇവന് ഇങ്ങോട്ട് കൊടുത്തു. എന്റെ മകളുടെ കല്യാണമാണ് ഇന്ന ദിവസം ഈ വരണട്ടോ എന്ന് പറഞ്ഞു. ഒരു തലമുറയാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികളെ കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോഴേക്കും അവിടെ മക്കളുടെ കല്യാണമായി. അപ്പൊ നമുക്ക് മിസ് ചെയ്യുന്നത് കുട്ടികളുടെ എണ്ണമല്ല, തലമുറകളാണ്. പെണ്ണ് കിട്ടാണ്ടല്ലേ, പെണ്ണ് കെട്ടാണ്ടല്ല, പെണ്ണ് കിട്ടാണ്ടയാണ്. അതെന്ത് ചെയ്ത്? പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി. സുനാമി വന്നപ്പോ പോയോ? ജാതിക്കതീതമായ വിവാഹങ്ങൾ നടന്നിരിക്കണം. പൊന്നാര ശശികല ടീച്ചറെ, 23-ാമത്തെ വയസ്സിൽ ഞാൻ പെണ്ണ് കെട്ടി. 33-ാമത്തെ വയസ്സായപ്പോഴേക്കും ഫോട്ടോ സ്റ്റാൻഡിന്റെ മെഷീനിലിട്ട് കോപ്പി എടുക്കുന്ന പോലെ ചാറാ 3 പിള്ളേർ. 4-ാമത്തെ ഒന്നിനു വേണ്ടി സർവായുധ സജ്ജനായി ഞാൻ ഇവിടെ സന്നദ്ധമായി കഴിഞ്ഞു, നില ഉറപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ ഒപ്പം പഠിച്ച ഒരുത്തനാണ് വിമൻ എന്ന് പറയും, എൻ്റെ നാട്ടുകാരൻ. അവനിപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെയൊക്കെ പ്രവർത്തനം, പക്ഷേ എന്നോട് വലിയ സ്നേഹമുള്ളവരാണ്. ഈ 33 വയസ്സായിട്ടും ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. ആ പെണ്ണ് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും പറയുന്നത് എന്തോ ഒരു പൊരുത്തം പറയുന്നിട്ട് 10 പൊരുത്തമോ അങ്ങനെ ആയിട്ടില്ലെന്നോ. പിന്നെ അവനാണെങ്കിൽ പിന്നോക്ക ജാതിക്കാരനാണ്, പാവം. കാണുമ്പോഴൊക്കെ ഈ വിഷമം പറയുന്നത്. കല്യാണം ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കല്യാണം ശരിയാൻ വേണ്ട. ഈ സാധുവായ എന്നോട്, അവൻ നിങ്ങളുടെ പാർട്ടി പ്രവർത്തനമാണെങ്കിലും കേട്ടോ, അവൻ്റെ മനസ്സിൽ വർഗീയതൊന്നും ഇല്ലാത്ത പാവപ്പെട്ട നിഷ്കളങ്കര. അങ്ങനെ എത്രായിരം മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ? പ്രധാനമായിട്ടും ഇവർക്ക് ഇനി കല്യാണം കഴിച്ചെന്ന് വിചാരിക്കുക. കല്യാണം കഴിച്ചാൽ പോലും പ്രത്യുൽപാദനം നടത്തണമെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് ചെല്ലണ്ടേ? എങ്ങനെ വീട്ടിലോട്ട് ചെല്ലും ഇവന്മാരെ സംബന്ധിച്ചോളം ഈ ഫേസ്ബുക്കിൽ നിരന്തരമായ പോരാട്ടമല്ലേ. അതായത് മുസ്ലിമീങ്ങൾക്ക്, ക്രൈസ്തവർക്ക് മക്കളുണ്ടാകുന്നതും അവരെ പന്നി പിറന്നതും പോസ്റ്റ് ഇടാനും കമന്റ് ഇടാനും നടക്കുന്ന സമയത്ത് പിന്നെ വീട്ടിൽ പോകാതെ ആർക്കെങ്കിലും പിള്ളേരുണ്ടാവുക അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് ഫോട്ടോ കോപ്പി എടുക്കുന്ന പോലെ അല്ല, വീട്ടിൽ ചെല്ലണമെന്നേ. ഇത് ഈ പറയപ്പെട്ടതുപോലെ തൻ്റെ പാർട്ടിക്ക് വേണ്ടി അവൻ മരിക്കാൻ വേണ്ടി സന്നദ്ധമായി അവനിങ്ങനെ നടക്കാണ് രാവും പോലും. അപ്പോൾ അവന് വീട്ടിൽ പോകാൻ സമയം കിട്ടത്തില്ല. ഇവൻ നാട്ടുകാരെ മൊത്തം നോക്കിയിരിക്കും, ഇവർ പന്നി പിറന്ന പോലെ പിറന്നുണ്ടോ എന്നിട്ട് അവരുടെ എണ്ണം എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടും, റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇവൻ്റെ ഈ ഇതിന് വലിയ വർക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ യാതൊരു ഗുണവുമില്ല. മാത്രമല്ല, ഈ പ്രത്യുൽപാദനം നടത്തുന്ന ഒരു മനുഷ്യന് ഒരു പോസിറ്റീവായ ഒരു മനസ്സാന്നിധ്യം ഉണ്ടാവണ്ടേ. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫ്രീ മൈൻഡാണ്. നമുക്കാരും നമ്മളൊന്നും ചെയ്യുമെന്നോ ഇവിടെ എന്തോ സംഭവിക്കാമെന്നോ അങ്ങനത്തെ ഒരു പേടിയില്ല. വളരെ റാഹത്തായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ആരും നമ്മുടെ ശത്രുവല്ല, എല്ലാവരും നമ്മുടെ മിത്രമാണ്. ആരും നമ്മുടെ ഉപദ്രവകാരിയല്ല. ഫ്രീ മൈൻഡിൽ നടക്കുകയാണ്. ഇന്നത്തേനെ കുറിച്ച് ആശങ്കയില്ല, നാളത്തേനെ കുറിച്ച് ഒട്ടും ആശങ്കയില്ല. അപ്പോൾ പിന്നെ സ്വതന്ത്രമായിട്ട് വീട്ടിൽ പോകാം, നല്ല ഭക്ഷണം കഴിക്കാം, ഭാര്യയോടൊപ്പം ക്ഷയിക്കാം. മറ്റവൻ അങ്ങനല്ല. അവൻ ഈ രാജ്യം ആരോ പിടിച്ചെടുക്കാൻ പോണ്, ഇപ്പൊ വരും, ഇപ്പൊ വെടിപൊട്ടും, ഇപ്പൊ പൊട്ടിത്തെറിക്കും. ഇവനിങ്ങനെ നടക്കും രാവിലെ പോലും. ഇവന്റെ പണി തന്നെ ഈ കലങ്ങി ഇരുന്നുകൊണ്ട് നാട്ടുകാർ, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പിള്ളേരുണ്ടാകുന്ന ഓർത്തിട്ട് സങ്കടം. ഇപ്പൊ അവസാനം എന്ത് പറ്റി? ഇതേ വിട്ടു ബജ്രംഗി എന്ന് പറയും. ഹൈന്ദവ സഹോദരങ്ങൾക്കൊക്കെ കുട്ടികൾ ധാരാളം ഉണ്ടാവണമെന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി. അതിന്റെ പിന്നാലെ വിട്ടു ബജ്രംഗി. ഇതേ വാർത്ത കണ്ടില്ല ശശികല ടീച്ചർ? വിട്ടു ബജ്രംഗി ആണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് പിള്ളേരുണ്ടാകാൻ വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നു. പെണ്ണ് പറ്റിച്ചിട്ട് പോയി. ഇതേ വാർത്ത നോക്കും. പെണ്ണ് അവൾ എങ്ങോട്ട് പോയെന്ന് പോലെ അറിയാൻ വയ്യ. വണ്ടാരം പിടിക്കും. ഇതാണ് അവസ്ഥ. ഇവനെ ഒന്നും ആ മനുഷ്യരായ ഒരാൾ ഉൾക്കൊള്ളത്തില്ലെന്നേ. കാരണം ഇവനിക്കൊക്കെ മനുഷ്യത്വം ഇല്ലല്ലോ. മനുഷ്യരായ ഒരാളും സ്വബോധമുള്ള ഒരാളും എങ്ങനെ ഉൾക്കൊള്ളുക? ഇവനെ സംബന്ധിച്ചോളം ഈ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, വിദ്വേഷം ഇത് പറഞ്ഞു നടക്കല്ലേ. മനുഷ്യൻ കുറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിയാലെങ്കിലും ഒരു പോസിറ്റീവായ അവൻ്റെ മുഖത്തുനിന്ന് ഒരു പ്രസന്നത അവൻ്റെ മുഖത്ത് നോക്കിയാൽ കാണണ്ടേ? ഇവന്റെ ഉള്ളിൽ മുഴുവൻ ഈ അപരമത വിദ്വേഷം പകയിട്ടുകൊണ്ട് നടക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഇവനൊക്കെ നന്നാകണമെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെയൊക്കെ വായുന്നൊരു നല്ല വർത്താനം പറയണ്ടേ? RV ബാബു ആണെങ്കിലും ശശികല ടീച്ചറാണെങ്കിലും സന്ധി വജസ്പതി ആണെങ്കിലും അവനവൻ്റെ മതത്തിൻ്റെ മഹിതമായ ആദർശം പറഞ്ഞു കൊടുത്ത ആ മനുഷ്യൻ ഇന്ന് പോസിറ്റീവായി നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കുമ്പം നമ്മളെല്ലാവരും വട്ടി ഇണങ്ങിച്ചേർന്ന് സന്തോഷത്തോടു കൂടി ആകെ ഒരു ഹ്രസ്വമായ കാലയളവിലുള്ള ജീവിതമേ ഉള്ളൂ. ആ ജീവിതം എല്ലാവരോടൊപ്പം സമാധാനത്തോട് ജീവിച്ച് പോകണമെന്ന് നിൽക്കുമ്പോൾ എത്ര സമാധാനം, എത്ര സന്തോഷം. അങ്ങനല്ലേ? അതിന് പകരം മറ്റവനെ സൂക്ഷിക്കണം, മറ്റവനെ ശ്രദ്ധിക്കണം. അവൻ പണി തരും, അവൻ പ്രസവിക്കണം. അവന് 3 പിള്ളേരായി, അവന് 4 പിള്ളേരായി, അവൻ 5 പിള്ളേരായി. പന്നി പിറന്നവരെ പെറുവാണ്, രാജ്യം പിടിക്കാൻ പോവാണ്. ഇങ്ങനെ തുണിയെ പൊക്കി പിടിച്ചോണ്ട് നടക്കത്തു മാത്രമേ ഉള്ളൂ. ഇതിന് ഉപയോഗമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് പൊന്നാര ടീച്ചർ ഈ വേവലാതിയും കരച്ചിലൊക്കെ നിർത്തിയിട്ട് പണിയെടുക്കാൻ പറയാൻ പറയുക.